ഞാൻ ഈ പറയാൻ പോകുന്ന 10 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഇപ്പോൾ തന്നെ ഉറപ്പുവരുത്തണം. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഏത് സമയവും ഒരു യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കേരളത്തെ യുദ്ധം നേരിട്ട് ബാധിക്കാറില്ലെങ്കിലും ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് ഉറപ്പാക്കണം. കാരണം യുദ്ധമാണ്, എല്ലാവരും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാകും. ആദ്യമായി നമ്മൾ ചുറ്റും നടക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. യുദ്ധം പോലുള്ള അവസ്ഥ വരുമ്പോൾ ശരിയായ വിവരങ്ങൾ അറിയാൻ വേണ്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, ഓൾ ഇന്ത്യ റേഡിയോ, ദൂരദർശൻ ന്യൂസ്, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്നിവയുടെ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കണം. ഓർക്കുക, കഴിഞ്ഞ ദിവസങ്ങളിൽ 24 റിപ്പോർട്ടർ പോലുള്ള പല മാധ്യമങ്ങളും നൽകിയത് വ്യാജ വാർത്തകളും വീഡിയോകളും ആയിരുന്നു. എന്തൊക്കെയായാലും മലയാള വാർത്താ ചാനലുകൾ ശ്രദ്ധിക്കണം. അതെല്ലാം സത്യമാണോ എന്ന് അന്വേഷിക്കണം. കൂടാതെ നിങ്ങളുടെ പ്രദേശത്തെ ഒരു കൂട്ടായ്മ ഓൺലൈനിൽ രൂപീകരിക്കുക. എല്ലാവരെയും അതിൽ അംഗങ്ങൾ ആക്കുക. രണ്ടാമതായി, എമർജൻസി കിറ്റ് ഒരുക്കുക. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഒരു എമർജൻസി കിറ്റ് കയ്യിൽ വേണം. കേടാകാത്ത ഭക്ഷണം, വെള്ളം, ഫസ്റ്റ് എയ്ഡ് കിറ്റ്, മരുന്നുകൾ, ടോർച്ചും ബാറ്ററികളും, എമർജൻസിക്കുള്ള കാശ്, ID കാർഡ്, പാസ്പോർട്ട് പോലുള്ള പ്രധാന രേഖകൾ എല്ലാം ഇതിൽ വേണം. രേഖകളുടെ ഡിജിറ്റൽ കോപ്പി സേവ് ചെയ്ത് ഡിജി ലോക്കറിൽ സൂക്ഷിക്കണം. ഒറിജിനൽ കോപ്പികളെല്ലാം ഒരു വാട്ടർ പ്രൂഫ് കവറിൽ വെക്കണം. ഒരു ചെറിയ റേഡിയോ കൂടെ വെച്ചാൽ നെറ്റ്വർക്ക് പോയാലും വാർത്തകൾ കേൾക്കാൻ സഹായിക്കും. മൂന്നാമതായി, സിവിൽ ഡിഫൻസ് പരിശീലനത്തിൽ പങ്കെടുക്കുക. ഇത് എയർ റെയ്ഡിനെ എങ്ങനെ നേരിടണം, എങ്ങനെ ഇവാക്വേറ്റ് ചെയ്യണം, ബങ്കറിൽ എങ്ങനെ സുരക്ഷിതമാകണം എന്നൊക്കെ ഇതിൽ പഠിപ്പിക്കും. ബ്ലാക്ക് ഔട്ട്, എയർ റെയ്ഡ് സൈറൺ, ഷെൽട്ടറിലേക്ക് പോകൽ എന്നിവ എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാക്കണം. ഫസ്റ്റ് എയ്ഡ്, തീകെടുത്തൽ, എവാക്വേറ്റ് ചെയ്യാനുള്ള വഴികൾ എന്നിവ സ്കൂളുകളിലോ കമ്മ്യൂണിറ്റി സെന്ററുകളിലോ പഠിപ്പിക്കും. നാലാമതായി, ഷെൽട്ടർ ലൊക്കേഷനുകൾ അറിഞ്ഞിരിക്കുക. സുരക്ഷിതമായ ഷെൽട്ടറുകൾ എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം. നിന്റെ ഏരിയയിലെ ബങ്കറുകൾ, ബേസ്മെന്റുകൾ, സബ്വേകൾ എന്നിവ ഏതാണെന്ന് കണ്ടുപിടിക്കണം. കാരണം ഇന്ത്യയിൽ ബങ്കറുകൾ കുറവാണ്. ഡ്രില്ലുകളിൽ ജനങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുന്ന പരിശീലനമുണ്ട്. അതുകൊണ്ട് വീട്ടിൽ നിന്നോ ജോലിസ്ഥലത്തു നിന്നോ സ്കൂളിൽ നിന്നോ ഉള്ള വഴികൾ മനസ്സിലാക്കണം. അതിർത്തി ഏരിയയിലോ കന്റോൺമെന്റിന് അടുത്തോ ആണെങ്കിൽ ലോക്കൽ അതോറിറ്റി പറയുന്ന എവാക്വേറ്റ് പ്ലാനുകൾ അറിഞ്ഞിരിക്കണം. അഞ്ചാമതായി, ബ്ലാക്ക് ഔട്ടും എയർ റെയ്ഡ് നിയമങ്ങളും പാലിക്കുക. എയർ റെയ്ഡ് വന്നാൽ ബ്ലാക്ക് ഔട്ടും മറ്റ് നിയമങ്ങളും പാലിക്കണം. സൈറൻ കേട്ടാൽ ഉടനെ എല്ലാ ലൈറ്റുകളും, ടോർച്ചും, ഇലക്ട്രോണിക്സും ഓഫ് ചെയ്യണം. ഇത് അവർക്ക് ആൾതാമസം ഉള്ള പ്രദേശങ്ങൾ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. കേട്ട ഉടനെ ഷെൽട്ടറിലേക്ക് പോകണം. മോക്ക് ഡ്രില്ലുകളിൽ ഇതൊക്കെ പരിശീലിക്കുന്നത് യഥാർത്ഥ സമയത്ത് വേഗം പ്രവർത്തിക്കാൻ സഹായിക്കും. ആറാമതായി, ആശയവിനിമയവും പവർ മാനേജ്മെന്റും ശ്രദ്ധിക്കുക. ആശയവിനിമയം നിലനിർത്താൻ ഫോൺ എപ്പോഴും ചാർജ് ചെയ്തു വെക്കണം. ഒപ്പം ഒരു പവർ ബാങ്കും കരുതണം. കാരണം ഡിജിറ്റൽ പേയ്മെന്റോ മൊബൈൽ സർവീസോ ഇല്ലാതായേക്കാം. SMS അല്ലെങ്കിൽ ഓഫ്ലൈൻ മെസ്സേജിംഗ് ഉപയോഗിച്ചാൽ ബാറ്ററി ലാഭിക്കാം. ഇനി നെറ്റ്വർക്ക് തിരക്കായാലും കണക്ഷൻ കിട്ടും. ഇന്റർനെറ്റോ ഫോണോ പോയാൽ വാർത്ത കേൾക്കാൻ ഒരു ബാറ്ററി റേഡിയോ കയ്യിൽ വേണം. ഏഴാമത്, കുട്ടികൾ, വയസ്സായവർ, മെഡിക്കൽ ആവശ്യമുള്ളവർ എന്നിവരുടെ സുരക്ഷയാണ്. അവരുടെ മരുന്നുകൾ, വീൽചെയർ പോലുള്ള സാധനങ്ങൾ എമർജൻസി കിറ്റിൽ വേണം. കുട്ടികൾക്ക് സൈറൻ കേട്ടാൽ എന്ത് ചെയ്യണമെന്നും എവാക്വേറ്റ് ചെയ്യാനുള്ള വഴികളും പഠിപ്പിക്കണം. ജമ്മു കശ്മീർ പോലുള്ള ഏരിയയിലെ സ്കൂളുകൾ ഇത് ചെയ്യുന്നുണ്ട്. ഇവർക്ക് വേണ്ട പ്രത്യേക പ്ലാനുകൾ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും സമാധാനം കിട്ടും. എട്ടാമതായി, സെൻസിറ്റീവ് വിവരങ്ങൾ ഷെയർ ചെയ്യരുത് എന്നതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സെൻസിറ്റീവ് വിവരങ്ങൾ പുറത്തുവിടരുത്. 2025 ഏപ്രിൽ 26 ഗവൺമെന്റ് പറഞ്ഞതുപോലെ ഇന്ത്യൻ ആർമിയുടെ നീക്കങ്ങളോ ഡിഫൻസ് ഓപ്പറേഷനുകളോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യരുത്. മിലിറ്ററി ഏരിയയോ അതിർത്തിയോ അടുത്താണെങ്കിൽ വിവരങ്ങൾ ചോദിച്ചു വരുന്ന ഫിഷിംഗ് ശ്രമങ്ങളിൽ കുടുങ്ങാതിരിക്കണം. ഇങ്ങനെ ശ്രദ്ധിച്ചാൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് സഹായിക്കും. ഒമ്പതാമതായി, നമ്മുടെ ഓരോരുത്തരുടെയും കമ്മ്യൂണിറ്റി സപ്പോർട്ടും ഡ്യൂട്ടികളുമാണ്. കമ്മ്യൂണിറ്റിയെ ഒന്നിച്ച് നിർത്താൻ സപ്പോർട്ട് ചെയ്യണം. ട്രാഫിക് കൺട്രോൾ, ഫസ്റ്റ് എയ്ഡ്, കോമ്പാറ്റ് ഇല്ലാത്ത ജോലികൾ എന്നിവയ്ക്ക് സിവിൽ ഡിഫൻസിൽ വോളണ്ടിയർ ആകാം. ഡ്രില്ലുകളിൽ ഇതിന് പ്രോത്സാഹനമുണ്ട്. പരിശീലനത്തിൽ കിട്ടുന്ന അറിവ് കുടുംബത്തിനും അയൽക്കാർക്കും പറഞ്ഞുകൊടുക്കണം. പേടിച്ച് വ്യാജ വിവരങ്ങൾ പരത്താതെ ശാന്തമായി ഇരുന്നാൽ എല്ലാവർക്കും ധൈര്യം കിട്ടും. അവസാനത്തേതായി, ഗവൺമെന്റ് നിർദ്ദേശങ്ങൾ പാലിക്കുക. ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. കർഫ്യൂ, യാത്രാ നിയന്ത്രണങ്ങൾ, എവാക്വേറ്റ് ഓർഡറുകൾ എന്നിവ വരാം. അത് അനുസരിക്കണം. ഡിസ്ട്രിക്ട് കൺട്രോളർമാർ, NCC കേഡറ്റുകൾ എന്നിവരോട് സഹകരിക്കണം. ഇങ്ങനെ ചെയ്താൽ ദേശീയ പ്രാദേശിക സുരക്ഷാ പദ്ധതികൾ കൂടുതൽ ഫലപ്രദമാകും.